ഗൈസ്, ഇത് നിങ്ങളൊരു തിരുവാതിര കളി കണ്ടിട്ട് പോയോ? വേറെ ആരുടെ അല്ല, ഞങ്ങളുടെ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് റിപ്പോർട്ടർ TV ലൈവ് ചാനലിൻ്റെ അവർ നമ്മളെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വള്ളംകളിയുടെ അന്ന്, അതായത് വള്ളംകളിയുടെ അന്ന് ഞങ്ങൾക്ക് തിരുവാതിര പള്ളാത്തുരുത്തി ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റെഡിയായി, മാല, കമ്മൽ, വള അങ്ങനത്തെയൊക്കെ സെറ്റൊക്കെ കൊടുത്തു. അങ്ങനെ റെഡിയായി നമ്മൾ റിപ്പോർട്ടർ TV ചാനലിൻ്റെ അവരുടെ വണ്ടി വന്നു. 2 സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു ജസ്റ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി പള്ളാത്തുരുത്തി എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ തിരുവാതിര കളിക്കാൻ പോകുന്ന ഡെസ്റ്റിനേഷനിൽ നടക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ അങ്ങോട്ടല്ലായിരുന്നു, തിരിച്ച് ബാക്കിലോട്ട് നടന്ന് അവിടെ കറക്റ്റ് സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ആൻഡ് സ്വാഭാവികം എവിടെ പോയാലും ഞാൻ വിയർക്കുന്ന പോലെ ചുമ്മാ നിന്ന് വിയർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തോണ്ട് നമ്മുടെ കൊട്ടും മേളവും ഒക്കെ തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ എല്ലാവരും ക്യാമറയും മൈക്കും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും നടക്കുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസിലെ അമൃത ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടറായ അരുൺ കുമാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ജസ്റ്റ് വീഡിയോയും കാര്യങ്ങളും ലൈവ് പോയിക്കൊണ്ടിരിക്കുകയല്ലോ, അപ്പോൾ അവരതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അമൃതയുടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് ഒന്ന് കേട്ടിട്ട് പോയോ. അങ്ങനെ ഗൈസ് പാട്ടൊക്കെ കേട്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ വട്ടത്തിൽ നിന്നേക്കുമായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ സാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത് ഓരോരുത്തർക്കും പേരൊക്കെ ചോദിച്ചു. നമ്മളങ്ങനെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കുള്ള തിരുവാതിര കളിയുടെ ടൈം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഞങ്ങൾ തിരുവാതിര കണ്ടിട്ട് പോയോ. അങ്ങനെ അതൊക്കെ എല്ലാവരും നല്ലവണ്ണം രസിച്ച് നിന്നതിന് ശേഷം നമ്മളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവർ നമുക്ക് പഴംപൊഴിയും ബീഫും വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ അതൊക്കെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ 24 ന്യൂസ് ചാനലിലെ നമ്മുടെ റിപ്പോർട്ടറായ ശ്രീകണ്ഠൻ നായർ സാർ വന്നത്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് അവർ തന്നെ കൊണ്ടുവിട്ട് കാറിൽ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. ടാറ്റാ, ബൈ.